நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் நெற்றித் தரள நீர் வடிய பொய்கையாடியவள் മതി, നിർത്തിക്കൊള്ളു നിന്റെ ഡാൻസ്. ഏത് നേരവും ഡാൻസിന്റെ പുറകെ പോയാൽ മതി. പഠിത്തത്തിലൊന്നും ശ്രദ്ധ വേണ്ട. ഇങ്ങനെ പോയി നീ എവിടെ എത്തില്ല. അമ്മ എന്താ എന്റെ കഴിവിനെ മനസ്സിലാക്കാത്തത്? എനിക്ക് ഏറ്റവും ഇഷ്ടം ഡാൻസാ. കഴിവ് പോലും പഠിപ്പിട്ട് നീ എവിടെ എത്തൂ? ഈ കള്ളക്കച്ചിൽ നമുക്ക് വേണ്ട. മ്യൂസിക് ക്ലാസ്സിൽ എത്രയാളുണ്ട് മോളെ? 10-12 ആളുണ്ടമ്മേ. ഡാൻസ് ക്ലാസ് നിങ്ങൾ കൂടെ തന്നെയാ? അതെ. അപ്പൊ മേധി ഉണ്ടാവൂലേ അല്ലേ? മേധി ഞാൻ ഒരുമിച്ചാ. അമ്മ ഇപ്പൊ വരുന്നേ. അമ്മേ പാ. ഇതാ വന്നു. മുഴുവൻ കഴിക്കണം കേട്ടാ. നോക്കിട്ട് പോണേ. മേധി ഉണ്ടാവില്ലേ? മേധ ചെറിയ തലവേദന. നീ കള്ളം പറയുന്നതെന്ന് എനിക്കറിയാം. നിനക്കറിയാൻ എൻ്റെ കാര്യം. സാരമില്ലടാ, അതൊക്കെ ശരിയാവും. നമ്മുടെ അസമത്വങ്ങളെ കുറിച്ചിട്ടല്ലേ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായത്? എന്തൊരു അസമത്വങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹികമായിട്ടുള്ള ഒരുപാട് അസമത്വങ്ങൾ പറഞ്ഞില്ലേ നമ്മള്. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യും? മേധയുടെ ശ്രദ്ധിക്കുന്നത് ഈ ക്ലാസ്സിലൊന്നും അല്ലല്ലോ. എന്തിനാ രാവിലെ വരുന്നത് എല്ലാ ദിവസവും? പഠിക്കാനല്ലെങ്കിൽ പഠിക്കുകയും ചെയ്യില്ല. ഹലോ, ഇത് മേഘയുടെ അമ്മയല്ലേ സംസാരിക്കുന്നത്? ഞാൻ മേഘയുടെ ടീച്ചറാണേ. മേഘയുടെ സ്കൂളിൽ നടക്കുന്ന നല്ല കാര്യങ്ങളും നിങ്ങൾ അറിയുന്നുണ്ടോ? കുട്ടി പഠിത്തത്തിൽ വളരെ പിന്നോട്ടാണ്. പാട്ടും ഡാൻസും മാത്രം അവളുടെ ശ്രദ്ധ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത് നമ്മുടെ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ തന്നെ ബാധിക്കും. ഇനിയിപ്പോൾ അടുത്ത ആക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് കുട്ടിയുടെ ടി സി കൊടുത്ത് പറഞ്ഞേക്കേണ്ടി വരും നമ്മുടെ സ്കൂളിൽ. ഇല്ല, നമ്മുടെ പ്രിൻസിപ്പളായിട്ടൊക്കെ സംസാരിച്ചു. കുട്ടി വളരെ പുറകിലാണ്, ഒന്നിനും ശ്രദ്ധയില്ല, ക്ലാസ്സിൽ എടുക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് അവിടെ തുടർന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ മറ്റൊരു സ്കൂൾ നോക്കേണ്ടി വരുന്നത്. ഓക്കെ, എന്നാൽ ഇനിയെങ്കിലും കുട്ടിയെ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ നോക്കും. ശരിയല്ല? ടീച്ചറെ വരെ വിളിച്ച് കംപ്ലൈന്റ് പറയാൻ തുടങ്ങി. ഇനി ഇവളിങ്ങനെ വിട്ടാൻ പറ്റില്ല. എല്ലാത്തിനും കാരണം ഇവളുടെ അച്ഛൻ തന്നെയാണ്. ഹലോ, നിങ്ങളല്ലേ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ തുള്ളുന്നത്? എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അവളുടെ ടീച്ചർ ഇങ്ങനെ വിളിച്ചിട്ട് പറയാൻ തുടങ്ങി ക്ലാസ്സിലെ ഏറ്റവും വലിയ മോശം കുട്ടി അവളാന്ന്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ തീരുമാനിക്കും അവളുടെ കാര്യം. ഹലോ, അച്ഛാ പറ. എന്താ അച്ഛാ പ്രശ്നം? എന്താ പ്രശ്നം?
അച്ഛന് അറിയാം എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ എത്ര ഇഷ്ടമാണ്. അച്ഛനും കൂടി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? അച്ഛൻ ഒന്നെ മനസ്സിലാക്കുക. അച്ഛന് പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് അതാ ഇഷ്ടം. അമ്മ ഇത് എവിടെ പോയിരുന്നേ? എന്ത് ഈ ഡ്രസ്സ് കണ്ടോട് ചോദിച്ചാ? ഞാൻ ബാങ്കിൽ പോയിരുന്നു. അമ്മയോട് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ? ഇന്ന് രാവിലെ ഡാൻസ് ക്ലാസ്സിന് വേദ വന്നില്ല. എന്ത് അറിയില്ല. അമ്മയുടെ ഫോണിൽ തരുമോ അവളെ വിളിക്കാൻ? അത് ആ മേശന്റെ മുകളിലുണ്ട്, എടുത്ത് വിളിച്ചു. ഹലോ, മേധയില്ലേ? ഇതാരാ സംസാരിക്കുന്നത്? എന്താ കാര്യം? ഞാൻ മേധയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. ഇന്ന് അവളെ ഡാൻസ് ക്ലാസ്സിന് കാണാത്തതുകൊണ്ട് വിളിച്ചതാ ആൻറ്റി. അവളൊരു ഡാൻസിനും വരുന്നില്ല, പാട്ടിനും വരുന്നില്ല. ഇതെന്താ ആൻറ്റി ഇങ്ങനെ പറഞ്ഞേ? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ണിനെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് പറയാനുള്ളത് കണ്ണിന് വരുന്ന രോഗങ്ങളെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. വേദ, ഇത് ഞാൻ എന്തൊക്കെ ഇട്ടെന്ന് പറയാൻ പറ്റുമോ? ശരി. മേധ, നിനക്ക് എന്താ പറ്റിയേ? ഇന്നലെ ഡാൻസ് ക്ലാസ്സിനൊന്നും വന്നില്ലല്ലോ. ഞാൻ ആൻറ്റി വിളിച്ചിരുന്നു. ആൻറ്റി എന്നോട് ദേഷ്യത്തിലാണ് പെരുമാറിയേ. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്കറിയാലോ അച്ചു, അമ്മക്ക് ഞാൻ ഡാൻസിന് പോകുന്നതേ ഇഷ്ടമല്ല. ഇപ്പം നോക്കിയാലും പഠിക്കാൻ ഒറ്റ ചിന്ത എൻ്റെ അമ്മക്കുള്ളൂ. എൻ്റെ അച്ഛനോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ട് എന്നെ ഡാൻസിന് വിട്ടത്. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ എൻ്റെ അച്ഛനും പോകണ്ടെന്നാണ് പറയുന്നത്. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സാറിനോട് വിഷമിക്കണ്ട. ഇത് നിനക്കറിയാത്തോണ്ട് എനിക്കിപ്പോൾ ജീവിക്കാൻ വരെ തോന്നുന്നില്ല. എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ അമ്മ അച്ഛനും കൂടെ നിൽക്കുന്നില്ല. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. എൻ്റെ മാനസികാവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇങ്ങനൊന്നും ചിന്തിക്കില്ല വേദ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അപ്പൊ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കവിത ഏതാ? വീണപൂവ. ആരാ വീണപൂവ എഴുതിയതെന്ന് എല്ലാവർക്കും അറിയില്ലേ? ആരാ? കുമാരനാശൻ. അപ്പൊ നമുക്ക് കുമാരനാശനെ കുറിച്ച് കുറച്ച് പഠിക്കാം. കുമാരനാശനെ കുറിച്ച് എന്തെല്ലാം നിങ്ങൾക്കൊക്കെ അറിയുന്നത്? മഹാകവിയാണ്. വെരി ഗുഡ്. പിന്നെന്ത്? വേദ, ഒന്ന് പോകുന്നതിന് മുമ്പ് മോളെ ടീച്ചറെ കാണാനല്ലേ പറഞ്ഞോളെ. വേദ, എന്താ പറ്റിയ മോക്ക്? ഒന്നുമില്ല മിസ്. പറ, ടീച്ചറോട് പറഞ്ഞാൽ കുറേ ദിവസമായല്ലോ ശ്രദ്ധിക്കുന്നത്. മോളെന്താ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാത്ത? വേദ, എന്താ കരയില്ലേ? എന്താ പറ്റിയെന്ന് പറ, ടീച്ചറോട് പറ. എന്താ പറ്റിയേ? കരയില്ലേ? ആ മേലെന്ത് ഇങ്ങനെ? എന്തോ ടീച്ചറെ, ഒരു വസ്തു ശ്രദ്ധിക്കുന്നില്ല ഞാൻ ക്ലാസ്സിൽ. കുറച്ച് ദിവസം ശ്രദ്ധിക്കുന്നു. കുട്ടി ക്ലാസ്സിലൊന്നും തീരെ ആക്റ്റീവ് അല്ല. എത്ര നേരം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാ, ഇപ്പൊ എന്താ ഇങ്ങനെ? ഇത് വെറും പാട്ടും ഡാൻസൊക്കെ മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യേ? അല്ല ടീച്ചറെ, ഓരോ കുട്ടികളും ഓരോ രീതിയിലുള്ളവരല്ലേ, എല്ലാവരും വ്യത്യസ്തരല്ലേ. പഠിക്കാൻ മാത്രം കഴിയുമെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റൂലല്ലോ നമുക്ക്. എന്ത് വന്നാലും അത് സ്കൂളിന്റെ റെപ്യൂട്ടേഷനല്ലേ ബാധിക്കുന്നത്. നമ്മളല്ലേ അത് ശ്രദ്ധിക്കേണ്ടത്. പഠിത്തം മാത്രമല്ലല്ലോ ഒരു സ്കൂളിൽ നമ്മൾ നടത്തേണ്ടത്, അവരെ കഴിയുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ. പക്ഷെ ഇങ്ങനെയാലും ശരിയാവില്ലല്ലോ. അതൊന്നും പ്രിൻസിപ്പളോട് കംപ്ലൈന്റ് ചെയ്യാം. എന്നുവെച്ചാൽ പ്രിൻസിപ്പൾ നടപടി എടുക്കട്ടെ. അതാ നല്ലത്. നമ്മൾ വെറുതെ ഒന്നും കീഴി ഇടപെടണ്ട. എന്നാൽ നമുക്ക് ഇപ്പം തന്നെ പോയി പ്രിൻസിപ്പൾ കണ്ടാലോ? ആ, അതാ നല്ലത്. ടീച്ചർ വരുന്നില്ല? ഞാൻ വരണം. വന്നു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഞങ്ങളൊരു കംപ്ലൈന്റ് ആയിട്ട് വന്നതാണ്. അതെ മാം, ഒരു കുട്ടിയെ കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. അതേത് കുട്ടി ഏത് ക്ലാസ്സിലാണ്? 10th A മേധാന്ന് പറയുന്ന കുട്ടിയാണ്. എന്താണ് പ്രശ്നം? ആ കുട്ടി അക്കാദമിക്സിലൊന്നും തീരെ ശ്രദ്ധിക്കുന്നില്ല മിസ്സേ. വെറും ഡാൻസും പാട്ടും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കില്ലേ? ശരിയാ മിസ്സേ. അതെ, എങ്ങനെ നമുക്ക് ആ കുട്ടിയെ തിരിച്ചു കൊടുത്ത് ഒഴിവാക്കിയാലോ? അങ്ങനെയൊന്നുമില്ല മാം. ആ കുട്ടി നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള
കുട്ടിയുടെ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. നമുക്കത് സംസാരിച്ച് ഒന്ന് നോക്കാം. എന്നാൽ ടീച്ചറെ ആ കുട്ടിയുടെ പാരൻസിനെ വിളിച്ചൊന്ന് കൺവിൻസ് ചെയ്തിട്ട് നമുക്ക് ഫർദറായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ മിസ്, ഞാനങ്ങനെ ചെയ്യാം. എക്സ്ക്യൂസ് മീ മാം. വാട്ട് ഈസ് ദിസ്? ഇത് ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് മാം. ആശിരി വായിച്ചു നോക്കിയിട്ട് തന്നെയാണ് ഈ ടേബിളിൽ വെച്ചത്? അതെ മാം. മാം ഇത് ഞാനല്ല, എൻ്റെ അസിസ്റ്റന്റ് ആണ് കോർഡിനേറ്റ് ചെയ്തത്. എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. ഇതിലുള്ള കണക്ക് മൊത്തം തെറ്റാണ്. മന്ത്ലി സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നില്ല. അതിനൊരു ചെറിയൊരു ആത്മാർത്ഥത കാണിച്ചൂടെ? Get out. ഞാൻ എൻ്റെ ജോലിയിൽ എത്ര വഴക്ക് കേട്ടു. എൻ്റെ മോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡാൻസിന് ഞാൻ വഴക്ക് പറയുമ്പോൾ അവൾക്ക് എത്ര വിഷമമായിട്ടുണ്ടാവും. ഈ അമ്മ മോളെ ഒരുപാട് വിഷമിപ്പിച്ചു. സോറി മോളെ. എന്താ ഞാൻ കാണുന്ന പറഞ്ഞേ? ഞാൻ അറിഞ്ഞായിരുന്നു മാഡത്തെ സ്കൂളിൽ നിന്ന് വിളിച്ചതൊക്കെ. ഞാൻ മേധയോട് സംസാരിച്ചു. അവൾ ഭയങ്കര വിഷമത്തിലാണല്ലോ ഇപ്പോൾ. ഡാൻസ് എന്ന് പറഞ്ഞാൽ അവൾ പഠിത്തത്തിലൊന്നും ഒരു ശ്രദ്ധയും കാണിക്കുന്നില്ല. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണല്ലോ അവള്. ഇപ്പോൾ കുറച്ചു കാലമായി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നു. എന്ത് പറയാനാ ടീച്ചറെ, ഒരു ശ്രദ്ധയുമില്ല പഠിത്തത്തിൽ. ഇങ്ങനെ പോയാൽ എവിടെ എത്തുന്ന എനിക്കറിയില്ല. അവളെ ആകെ വിഷമിച്ചിരിക്കുന്നത് നിങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് അവളുടെ കഴിവിനെ അംഗീകരിക്കാത്തതുകൊണ്ട് മാത്രമല്ലേ? ഇപ്പോൾ ഡാൻസ് ക്ലാസ് നിർത്തിയെന്ന് പറഞ്ഞു. അവൾ ആകെ വിഷമിച്ചിരിക്കുക. അതും ആലോചിച്ചിട്ട് ക്ലാസ്സൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾക്ക് ഡാൻസാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അതിനെ വിട്ടുകൂടെ നിങ്ങൾക്കൊന്ന്? നോക്കാം ടീച്ചറെ. നിങ്ങളെ നോക്കിയാൽ പോരാ, എന്തായാലും അതിനു വേണ്ടി ഒരു കാര്യം എന്തായാലും ചെയ്തിരിക്കണം. ഞാൻ ആലോചിക്കാം. ഓരോ രക്ഷിതാക്കളും അവരുടെ മക്കൾ ഉയരങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്നു. ഓരോ അധ്യാപകരും അവരുടെ സ്ഥാപനത്തിൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ പലരും നമ്മുടെ മക്കളുടെ സ്വപ്നങ്ങൾ കാണാതെ പോകുന്നു. പാഠ്യേതര വിഷയങ്ങളിലെ നേട്ടങ്ങൾ ഒരുപോലെ അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാകുക. ഓരോരുത്തരും വ്യത്യസ്തരാണ് എന്ന് തിരിച്ചറിയുക. അവർ വളരട്ടെ അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്.